ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണേ അടിപൊളി എൻ്റെ ഹെൽത്തി ആയിട്ടൊരു സലാഡാണ് കേട്ടോ. ഏകദേശം 35-40 ഗ്രാം പ്രോട്ടീനുള്ള ഒരു സലാഡ്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുത്തിട്ടുള്ളത് ചിക്കൻ്റെ ബ്രസ്റ്റാണ്. അത് നൈസായി ഇങ്ങനെ വരഞ്ഞെടുത്തിട്ട് അതിന് വേണ്ടിയിട്ടുള്ള മസാല ഉണ്ടാക്കുകയാണ്. ആദ്യം കുറച്ച് എണ്ണ എടുക്കുക. എണ്ണ, ഒലിവ് ഓയിൽ ഏത് വേണമെങ്കിലും ചേർക്കട്ടോ. എന്നിട്ട് അതിൽ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ജീരകപ്പൊടി, പെപ്പർ, പിന്നെ കുറച്ച് ഗരം മസാല അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നല്ല സെറ്റായിട്ട് ഇളക്കിയിട്ട് ചിക്കനിൽ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. ആ ചിക്കൻ അങ്ങനെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ട് ഏകദേശം ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അപ്പോഴേക്കും നമ്മളെ ചിക്കനിലുണ്ടല്ലോ ആ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് നിൽക്കും കേട്ടോ. നാട്ടിലെ അമ്മ ഉണ്ടാക്കുന്നത് ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുപഠിച്ചുകൊണ്ടേ ഇവിടെ വന്നപ്പോൾ അതൊരു ഉപകാരമായി. അല്ലെങ്കിൽ ശരിക്കും പെട്ടുപോയിരുന്നു കേട്ടോ. എന്നീ ഹോട്ടലത്തെ ഫുഡ് ഇങ്ങനെ കഴിച്ചിട്ടില്ല, ഒരു 3 മാസം അടുപ്പിച്ചാണ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ ഫുഡിനോട് മടുക്കും. എനിക്ക് പൊതുവേ പിന്നെ ഹോട്ടൽ ഫുഡിനോട് വലിയ താല്പര്യമില്ല. ഈ സാധനം കണ്ടോ, ഇത് ഞാൻ ഓൺലൈനായിട്ട് വാങ്ങിയ സാധനം കേട്ടോ. നമ്മുടെ നാട്ടിലത്തെ ഇൻഡക്ഷൻ കുക്കറില്ലേ, അതുപോലെ സാധനം. നമ്മളെ ഗ്രില്ല് അതേപോലെ കബാബ് ഐറ്റംസൊക്കെ ഉണ്ടാക്കണമെന്നുണ്ട്. ഈ സാധനം സെറ്റാണ്. ഇതിലാകുമ്പോൾ പിന്നെ എണ്ണേൻ്റെ ആവശ്യമൊന്നുമില്ല, നല്ല ഡ്രൈ ഫ്രൈ ആയിട്ട് സാധനം കിട്ടും. ഇതിങ്ങനെ ഫ്രൈ ആയിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കുണ്ടല്ലോ ഓരോ വെളുത്തുള്ളിയൊക്കെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മോനെ, അപ്പം അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്മെല്ല് വരാണ്ട് ഈ വെളുത്തുള്ളിയൊക്കെ മൂപ്പിക്കുമ്പോഴുള്ള സ്മെല്ലുണ്ടല്ലോ, ഒരു രക്ഷയില്ലാത്ത സ്മെല്ലായിരുന്നു കേട്ടോ. ഈ സാധനം ഇവിടെ കിടന്ന് ഫ്രൈ ആയിക്കോട്ടെ കേട്ടോ. ആ സമയത്ത് നമുക്ക് വേറൊരു പരിപാടി ഉണ്ട്. ഉള്ളി, തക്കാളി, അതേപോലെ തന്നെ ക്യാരറ്റ്, നമ്മളടുത്ത് എന്തൊക്കെ സലാഡിൽ ചേർക്കാൻ പറ്റുന്ന ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അരിഞ്ഞ് ചെറിയ ചെറിയ പീസുകളാക്കി അരിഞ്ഞെടുക്കുക. അതേപോലെ ചിക്കനും ചെറിയ കട്ട് ചെയ്തിട്ട് പീസുകളാക്കുക. ഫ്രൈ ആയി കഴിഞ്ഞ് ചിക്കൻ കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മളെ സലാഡിൻ്റെ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് മുഴുവൻ സലാഡിൽ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളെ ഹെൽത്തി ആയിട്ടുള്ളൊരു സലാഡ് ഇവിടെ സെറ്റായിട്ടോ. നമ്മൾ ഡയറ്റൊക്കെ എടുക്കുന്ന ആൾക്കാർക്ക് ഇത് അടിപൊളി സാധനമാണ്. അപ്പോൾ ഇങ്ങനത്തെ നല്ല വീഡിയോസ് കിട്ടാൻ വേണ്ടി നമ്മളെ ഫോളോ ചെയ്യുക.